വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ എൻട്രൻസ് സംബന്ധമായ ലേറ്റസ്റ്റ് വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കീം 2024 എഞ്ചിനീയറിംഗിന് മാർക്ക് വെരിഫിക്കേഷനുള്ള അവസാന തീയതി ഇന്നാണ്. ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് മാർക്ക് വെരിഫിക്കേഷനുള്ള സമയമുള്ളത്. മാർക്ക് വെരിഫിക്കേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുടെ മാർക്ക് അവിടെ നൽകിയിരിക്കുന്ന മാർക്കായി തന്നെ എടുത്ത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാ വിദ്യാർത്ഥികളും ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി മാർക്ക് വെരിഫൈ ചെയ്യേണ്ടതാണ്. ഇതൊരു നിർബന്ധമായ കാര്യമാണ്. കീം 2024 എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അൺഒഫീഷ്യൽ വിവരങ്ങൾ അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് ജൂലൈ 10-നും 15-ാം തീയതിക്കും ഇടയ്ക്ക് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു ഒഫീഷ്യൽ വിവരമല്ല, ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇവിടെ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്കെഡ്യൂളാണ്. ഇതിൽ നമുക്ക് കാണാം, ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയിരിക്കുന്നത് 20-ാം തീയതിയാണ്. അതായത് ജൂലൈ 20-ാം തീയതിയാണ് തുടങ്ങിയിരിക്കുന്നത്. ക്ലോഷർ ഓഫ് ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് ഫെസിലിറ്റി ലോക്ക് ചെയ്യുന്നതിനുള്ള അവസാന തീയതി 26/7, അതായത് ഏകദേശം 7 ദിവസമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓപ്ഷനുകൾ നൽകാനുള്ള സമയമായി ഇതിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം. ഇതിനുശേഷം ജൂലൈ 28, 2023 പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. പിന്നെ 29-ാം തീയതി, അതായത് തൊട്ടടുത്ത ദിവസം ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. ഇതിനുശേഷം ജൂലൈ 31-ാം തീയതി മുതൽ ഓഗസ്റ്റ് 4-ാം തീയതി വരെ, 2023 ഓഗസ്റ്റ് 4-ാം തീയതി വരെ ഉള്ള സമയത്ത് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവരുടെ ഫീസ് എൻട്രൻസ് കമ്മീഷണറിന് അടയ്ക്കേണ്ടതാണ്. ഇത് ഓൺലൈൻ പേയ്മെന്റോ ഹെഡ് പോസ്റ്റ് ഓഫീസോ വഴിയോ നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് കഴിഞ്ഞ വർഷം ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ അലോട്ട്മെന്റ് ലൂസ് ആവുന്നതാണ്. അതുകൂടാതെ അവർക്ക് കൺസിക്വന്റ് അലോട്ട്മെന്റ്സ്, അതായത് ഇനി നടക്കാൻ പോകുന്ന അലോട്ട്മെന്റുകളിൽ കൂടി പങ്കെടുക്കാൻ പറ്റുകയില്ല. ഇത് കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെന്റ് സ്കെഡ്യൂളാണ്, 2023 അലോട്ട്മെന്റ് സ്കെഡ്യൂളാണ്. ഈ വർഷത്തെ സ്കെഡ്യൂളിൽ തീർച്ചയായും മാറ്റങ്ങളുണ്ടാവാം, ഡേറ്റുകളിൽ മാറ്റങ്ങളുണ്ടാവാം. പക്ഷേ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു, ഏകദേശം ഈ പ്രൊസീജിയേഴ്സിൻ്റെ ഒരു ഐഡിയ. ഓപ്ഷൻ രജിസ്ട്രേഷന് പങ്കെടുക്കാൻ കഴിഞ്ഞ വർഷം ഒരു രജിസ്ട്രേഷൻ ഫീ വാങ്ങിച്ചിരുന്നു, ₹2000, അതായത് 2000 രൂപയാണ് എൻട്രൻസ് കമ്മീഷണറുടെ രജിസ്ട്രേഷൻ ഫീ ആയി ഓപ്ഷൻ രജിസ്ട്രേഷൻ പങ്കെടുക്കാൻ വാങ്ങിച്ചിരുന്നത്. ഈ വാങ്ങിക്കുന്ന രജിസ്ട്രേഷൻ ഫീ സ്റ്റുഡൻസിൻ്റെ ട്യൂഷൻ ഫീയിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും. അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നതായിരിക്കും. ഇത്രയൊക്കെയാണ് കഴിഞ്ഞ വർഷത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്. ഈ വർഷം ഇതിൽ മാറ്റങ്ങളുണ്ടാവാം. കൂടുതൽ എൻട്രൻസ് സംബന്ധമായ ലേറ്റസ്റ്റ് വിവരങ്ങളായി ഈ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക.